പൊന്നോണനാളിനെ എതിരേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് നന്നമുക്ക് പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് സംയുക്തമായി കൃഷി പദ്ധതിയിലൂടെ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും വിളവെടുക്കുന്നത്. കുടുംബശ്രീ CDS അംഗങ്ങളുടെ കഠിനാധ്വാനത്തിലാണ് കൃഷി ഇറക്കിയത്. നന്നമുക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻവശം ആകെയുള്ള 2 ഏക്കർ സ്ഥലത്താണ് 2 തട്ടുകളിലായി കൃഷി നടത്തിയത്. 1000-ലധികം ചെണ്ടുമല്ലി, വാടാർമല്ലി, പൂക്കളുടെ തൈകൾ എന്നിവ നട്ടു. കൂടാതെ വെണ്ട, വഴുതനങ്ങ, തക്കാളി, പയർ, മുളക് തുടങ്ങിയ പച്ചക്കറികളും. ഞങ്ങളിവിടെ 2 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അതിലൊരു ഏക്കറോളം പൂച്ചെണ്ട്, നമ്മുടെ ചെണ്ടുമല്ലിയാണ് ചെയ്തേക്കുന്നത്. ബാക്കി സ്ഥലങ്ങളിൽ മുളക്, പയർ, തക്കാളി, വെണ്ട, വഴുതന മുതലായവയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വിളവെടുപ്പ് വരുന്നത് 4-ാം തീയതി 3 മണിക്ക് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം മഴയാണ് നമുക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയത്. പക്ഷേ എങ്കിലും കൂടി നന്നായി പൂക്കൾ വന്നിട്ടുണ്ട്. 2ാം വർഷമാണ് ഇവർ പൂക്കൃഷി ഒരുക്കിയത്. CDS ചെയർപേഴ്സൺ MK സുനിതയുടെ നേതൃത്വത്തിൽ അംഗങ്ങളായ MS സുനിത, NC ശ്രീജ, പ്രേമലത, ഉഷ, ലത എന്നിവരാണ് സമൃദ്ധമായ വിളവെടുപ്പിനായി 2 മാസമായി കൃഷിയിടത്തിൽ സജീവമായത്. പൂക്കൃഷിക്കായി പ്രസിഡന്റിന്റെയും മറ്റു പഞ്ചായത്ത് അംഗങ്ങളുടെയും പരിപൂർണ പിന്തുണ ലഭിച്ചത് ഏറെ സഹായകരമായതായി CDS ചെയർപേഴ്സൺ പറഞ്ഞു. ചെയ്യാനായിട്ട് നമ്മുടെ നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിലത്തെ മെമ്പർമാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ചെണ്ടുമല്ലിയുടെ ഭാഗങ്ങൾ, തൈകൾ ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളുടെ ഒപ്പം നിന്നിട്ടാണ് ഞങ്ങൾ ഇത്രയും പൂക്കൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളത്. എല്ലാ ദിവസവും 2 നേരങ്ങളിൽ ഇവർ കൃഷിത്തോട്ടങ്ങളിലെത്തും. മഴക്കെടുതിയുടെ പ്രതിസന്ധി അതിജീവിച്ചാണ് കൃഷി നടത്തിയത്. അത്തം മുതൽ പൂക്കൾ വിളവെടുപ്പ് നടത്തി വിൽപ്പന നടത്താനുമായി. പച്ചക്കറികൾ ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തിക്കാനാണ് അംഗങ്ങളുടെ തീരുമാനം. മനുഷ്യരിൽ പ്രകൃതിയുടെ സ്നേഹം വളർത്താനുള്ള 6 പേരുടെ പ്രയത്നം സമൂഹത്തിന് മാതൃകയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, താനൂർ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.